ഹിമാലയം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ വണ്ടി അത്യാവശ്യം വെൽ ബാലൻസ്ഡ് ആണ് വെയിറ്റിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റാൻഡ് ഒടിയുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനി പൊടിഞ്ഞാൽ തന്നെ നടുവിനേക്കാളും വില കുറവാണല്ലോ സ്റ്റാൻഡിന്. അപ്പോൾ പിന്നെ അതോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. നമ്മൾ KTM 390 അഡ്വഞ്ചർ എടുത്തിട്ട് ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞു. എന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് കുറച്ച് പേര് എന്നോട് ചോദിച്ചു എൻ്റെ വണ്ടിയുടെ ഹൈറ്റ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്. ഞാൻ 5 feet 5 ആണ്, ഓൾമോസ്റ്റ് 5'4". ഇപ്പോൾ ബൂട്ടിട്ടാണ് എപ്പോഴും ഞാൻ വണ്ടി ഓടിക്കാറ്. ബൂട്ടിട്ട് വരുമ്പോൾ ഒരു 5 feet 5. എന്നാലും ഭയങ്കര പ്രോബ്ലമൊന്നും പറയാനില്ല. ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും എനിക്കൊരു പേടിയായിരുന്നു ഹൈറ്റ് കൂടിയ വണ്ടി എടുക്കണോ എന്നുള്ളത്. ഈ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന മനുഷ്യനുണ്ട്, പുള്ളിയാണ് എനിക്ക് ധൈര്യം തന്ന വണ്ടി എടുക്കാനായിട്ട്. ഹൈറ്റിനെ പേടിക്കേണ്ട എന്നുള്ളത് ആ ഒരു കോൺഫിഡൻസ് തന്നു തുടങ്ങിയ പുള്ളിയും കുറച്ച് പേരൊക്കെയാണ്. ആ സമയം വരെ എനിക്ക് ഹൈറ്റ് കൂടിയ വണ്ടി വേണ്ട, ചെറിയ ചെറിയ വണ്ടികൾ നോക്കാം, ഈ ക്രൂസർ ബൈക്സ് അതൊക്കെ നോക്കാമെന്നായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഒരു വലിയ ബ്ലോക്കറാണ്, നമ്മുടെ തലയിലുള്ളൊരു ബ്ലോക്കറാണ്. നമുക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് ഹൈറ്റ് കൂടിയ വണ്ടികൾ ഓടിക്കാൻ പറ്റില്ല, അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഞാൻ എങ്ങനെയാണ് വണ്ടി മാനേജ് ചെയ്യണത്, എങ്ങനെയാണ് കൊണ്ടു നടക്കണം എന്നുള്ളത്. ഇപ്പോൾ വണ്ടി സൈഡ് സ്റ്റാൻഡാണ്, സെൻറ്റർ സ്റ്റാൻഡ് വണ്ടിക്ക് വരുന്നില്ല. വേണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് ഫിക്സ് ചെയ്യാം, പക്ഷേ അഗൈൻ ഗ്രൗണ്ട് ക്ലിയറൻസ് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും, അതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ മോഡൽ ഒരു സീറ്റ് ഹൈറ്റ് കുറഞ്ഞൊരു വേരിയൻ്റ് വീനാണ് എൻ്റെ മോഡൽ നെയിം വരുന്നത്. അതിന് സീറ്റ് ഹൈറ്റ് കുറവാണ്, പക്ഷേ അഗൈൻ അതും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയും. അത് നോക്കേണ്ടവർക്ക് അത് നോക്കാം. ഇപ്പോഴും അത് യൂസ് മാർക്കറ്റിലൊക്കെ കിട്ടും. പക്ഷെ എനിക്ക് ഈ മോഡൽ തന്നെ വേണമായിരുന്നു. അപ്പോൾ ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഹൈറ്റ്. ഇപ്പോൾ സൈഡ് സ്റ്റാൻഡിലാണ് ഞാൻ എപ്പോഴും വണ്ടിയിൽ കയറാറുള്ളത്. സൈഡ് സ്റ്റാൻഡ് വെച്ചുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെ കയറാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാലുവഴി ഇടിക്കും. അങ്ങനെ പലപ്പോഴും എനിക്ക് ഇടിച്ചിട്ടുണ്ട്, ഹൈറ്റ് കുറവായതുകൊണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്, അങ്ങനെ ഒന്നും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴത്തൊന്നുമില്ല. അപ്പോൾ നേരെ സൈഡ് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് ഫുട് ഫ്ലെക്സിൽ കയറാം, നേരെ കയറി അങ്ങ് ഇരിക്കുക. കുറേ കൂടി എളുപ്പമായിരിക്കും ഹാൻഡിൽ ബാർ റൈറ്റിലോട്ട് ടിൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഹാൻഡിൽ ബാർ കംപ്ലീറ്റ്ലി റൈറ്റിൽ ടിൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുട് പെക്കിൽ ചവിട്ടി കയറുന്നു. ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഈസിലി വണ്ടി കണ്ടോ സ്റ്റാൻഡിൽ നിന്ന് സുഖമായിട്ട് മാറ്റാം. ഈ സ്റ്റാൻഡിൽ നിന്ന് മാറ്റലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് കുഴപ്പമില്ല. സേ ഒരു 5'3" അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്തേക്കാം. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് മാറ്റാനായിട്ട് ഇപ്പോൾ ഞാൻ ഹാൻഡിൽ ബാർ കംപ്ലീറ്റ്ലി റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ തട്ടുമ്പോൾ കണ്ടോ വണ്ടി ഈസിലി വെയിറ്റ് ചെയ്ത് പോരും. പക്ഷേ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും സ്റ്റാൻഡ് തട്ടാൻ. എനിക്ക് 5 feet 5 ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ 5 feet 3 ഉള്ള ആൾക്കാർക്ക് ബൂട്ടിൻ്റെ ഈ ബാക്ക് വെച്ച് തട്ടേണ്ടി വരും. അത് മാത്രമേ ഒരു ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ തോന്നുള്ളൂ നിങ്ങൾക്ക്. ആ ഒരു ഹൈറ്റ് കുറവിൻ്റെ ഒരു കാര്യം പറഞ്ഞാണ്. എനിക്ക് ഇങ്ങനെ സ്റ്റാൻഡ് തട്ടാനും ബൂട്ടിട്ടതുകൊണ്ട് സ്റ്റാൻഡ് മേലേക്ക് തട്ടാനും ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് ചില സമയത്ത് റൈറ്റ് സൈഡിൽ നിന്ന് കയറേണ്ടി വരും. അതൊന്നും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഞാനെങ്ങനെ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹാൻഡിൽ ബാർ റൈറ്റിലോട്ടല്ലേ, നേരെ ലെഫ്റ്റിലേക്ക് തിരിക്കും. ഫുട് പെക്സിലേക്ക് ആലോചിക്കുന്നതിന് മുന്നേ ഹാൻഡിൽ ബാറിലോട്ട് കൈവയ്ക്കും. അപ്പോൾ ബേസിക്കലി നമ്മുടെ വെയിറ്റ് മൊത്തം ഫ്രണ്ടിലോട്ട് മാറ്റുകയാണ്. എന്നിട്ട് ജസ്റ്റ് ആ ഫുട് പെക്കിൽ ചവിട്ടി കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടോ പതുക്കെ വെയിറ്റ് ഫുൾ ആ സൈഡാണ്. അങ്ങോട്ടേക്ക് വെയിറ്റ് കൊടുക്കാനാണ് കയറുന്നതെങ്കിൽ വണ്ടി ചിലപ്പോൾ മറിഞ്ഞ് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇറങ്ങുന്നത് ജസ്റ്റ് നിങ്ങളുടെ ലെഫ്റ്റ് കയ്യിലേക്ക് വെയിറ്റ് മൊത്തം കൊടുക്കുക, ഇറങ്ങുക. ഇതൊക്കെ ഞാൻ ഈ അടുത്ത് പഠിച്ചതാണ്. അല്ലാണ്ട് ഇതൊന്നും ഞാൻ പണ്ട് പഠിച്ചതൊന്നുമല്ല. ഈ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ പതുക്കെ ട്രൈ ചെയ്ത് പഠിച്ചത് തന്നെയാണ്. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇനി വെയിറ്റ് ലെഫ്റ്റിലേക്ക് കൊടുക്കാണ്ട് വരുമ്പോൾ എന്താ സംഭവിക്കാന്നുള്ളത്. ഫുട് പെക്കിൽ കാല് വയ്ക്കുന്നു, ഹാൻഡിൽ ബാറിൻ്റെ റൈറ്റിൽ കൈ വയ്ക്കുന്നു, കയറുന്നു. കണ്ടോ മറിഞ്ഞ് വരുന്നുണ്ടോ? ആ വെയിറ്റ് ഫുള്ള് നമ്മൾ ഇപ്പുറത്തേക്ക് വരാണ്. അത് വരാണ്ടിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ടോൾ ബൈക്സ്, ഷോർട്ട് റൈഡേഴ്സ്, ബാക്കി ആർക്കും ഇത് ബാധകമല്ല. ഫുട് പെക്കിൽ കാല് വയ്ക്കുക, അതിന് മുന്നേ ഹാൻഡിൽ ബാറിന് ലെഫ്റ്റ് സൈഡിലേക്ക് വെയിറ്റ് കംപ്ലീറ്റ് ഒന്ന് കൊടുക്കുക. കണ്ടോ വണ്ടി ഒരു തരി പോലും പൊങ്ങി വരത്തില്ല, കയറുക ഇരിക്കുക. ഇത് എസ്പെഷ്യലി ടൈറ്റ് പാർക്കിങ്സ് അല്ലെങ്കിൽ ഫ്ലോർ അണീവൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് കയറാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഇത് ശീലിക്കുക. വീണ്ടും ഇറങ്ങി കാണിച്ചു തരാം. സിമ്പിൾ ആസ് ദാറ്റ്. ഇതൊന്നും ഭയങ്കര റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, ഒരു നമ്മൾ ചെയ്ത് പഠിച്ചാൽ. അത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ദിവസം 3 ദിവസം കൊണ്ട് ഞാൻ പഠിച്ചതൊക്കെ. 2 ദിവസം 3 ദിവസം വേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യം ഞാൻ ഈ അടുത്ത് പഠിച്ചതാണ്. നമുക്ക് അധികം നിർത്തി തിരിക്കാൻ സമയമൊന്നുമില്ല, പെട്ടെന്ന് എടുത്ത് പോകണമെന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രിക്ക് കാണിച്ചു തരാം. ആദ്യം ഹാൻഡിൽ ബാർ ഫുള്ള് റൈറ്റിലേക്ക് ഓടിക്കുക, ഇത് കൈ ഇവിടെ വെച്ചിട്ട് വണ്ടി ഒന്ന് ബാലൻസ് ചെയ്യുക. ഇപ്പോൾ വണ്ടി ബാലൻസായി. ഇനി നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കറക്കാം. വണ്ടി വെച്ചു, നമ്മളെടുത്ത് അങ്ങോട്ട് പോയി. ഇത് ഒരു 2-3 തവണ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ബാലൻസ് കറക്റ്റ് കിട്ടും. ഞാൻ തിരിച്ച് ആ പൊസിഷനിൽ വയ്ക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. ബാലൻസ് ചെയ്തു, നമ്മളെടുത്ത പൊസിഷനിലേക്ക് തിരിച്ചു വെച്ചു. അത്രേ ഉള്ളൂ. ഇത് കാണുമ്പോൾ ഭയങ്കര പ്രൊഫഷണൽ തോന്നുമായിരിക്കും, എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. പക്ഷെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ആദ്യം വണ്ടി ഒന്ന് ബാലൻസ് ചെയ്യുക, ബാലൻസ് ചെയ്ത് സ്റ്റഡി ആയി കഴിയുമ്പോൾ തിരിയുക. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റാൻഡ് ഒടിയുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനി പൊടിഞ്ഞാൽ തന്നെ നടുവിനേക്കാളും വില കുറവാണല്ലോ സ്റ്റാൻഡിന്. അപ്പോൾ പിന്നെ അതോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ ഒടിയത്തൊന്നുമില്ല, സേഫാണ്. പെട്ടെന്ന് അങ്ങ് എടുത്ത് നമുക്ക് വളച്ചെടുത്തുകൊണ്ട് പോവാം, അധികം കഷ്ടപ്പാടില്ലാതെ. പിന്നെ ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് ഇത് 855 mm ആണ് വരുന്നത്. ഒരു മിഡ് സൈസ് ADV എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സീറ്റ് ഹൈറ്റ് വരുന്നത് ഈ ഒരു വണ്ടിക്ക് തന്നെയാണ്. അതിൻ്റെ ഹൈറ്റ് ഞാൻ കാണിച്ചു തരാം. വണ്ടി നമ്മൾ നേരെ പിടിക്കുകയാണ്,
എൻ്റെ ഹിപ്പ് കണ്ടോ എവിടെ വരുന്നതെന്നുള്ളൂ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്രത്തോളം വണ്ടി ഹൈ ആണെന്നുള്ളത്. പിന്നെ ഇതിൽ കയറാൻ എളുപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചവിട്ടി കയറാൻ തന്നെയാണ്. പിന്നെ ഹിമാലയൻ 450 വെച്ച് നോക്കുമ്പോൾ ഹിമാലയൻ 450 ആക്ച്വലി 820 to 845 നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹിമാലയൻ്റെ ഒരു കുഴപ്പം തന്നെ ഹിമാലയൻ ടോപ്പ് ഹെവിയാണ്. ഹിമാലയൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ വണ്ടി അത്യാവശ്യം വെൽ ബാലൻസ്ഡ് ആണ് വെയിറ്റിൻ്റെ കാര്യത്തിൽ. ഹിമാലയനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു യൂ ടേൺ എടുക്കാൻ നേരത്ത് ആ ബുദ്ധിമുട്ട് ശരിക്കും ഫീൽ ചെയ്യും. എസ്പെഷ്യലി നിങ്ങൾ ഷോർട്ട് റൈഡർ ആണെന്നുണ്ടെങ്കിൽ യൂ ടേൺ എടുക്കാൻ നേരത്ത് ആ വെയിറ്റ് മൊത്തം നമുക്ക് ഫീൽ ചെയ്യും. ഇൻ കേസ് എങ്ങാനും വണ്ടി അങ്ങനെ ചെരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ എപ്പോൾ കയ്യിൽ നിന്ന് വണ്ടി പോയി ചോദിച്ചാൽ മതി. അതൊന്നും ഇതിൽ സംഭവിക്കില്ല. പിന്നെ വണ്ടി തിരിക്കാനാണെങ്കിൽ അങ്ങനെ വലിയ പാടൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ തിരിച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മളൊന്ന് ടിൽറ്റ് ചെയ്ത് കൊടുത്താൽ മതി, വണ്ടി തിരിഞ്ഞങ്ങ് വന്നോളൂ. ഇപ്പോൾ നമ്മൾ റൈറ്റിലേക്കാണ്, ഇതേപോലെ തന്നെ ലെഫ്റ്റിലേക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കുക, വണ്ടി സിമ്പിളായിട്ട് വളഞ്ഞു വരും. അത്രേ ഉള്ളൂ. ഇത് ഒരു കുറച്ച് നാളൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയേ ഉള്ളൂ എന്നുള്ളത്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനൊക്കെ ഈ വണ്ടി എടുക്കുന്നതിന് മുന്നേ ഹൈറ്റുള്ള വണ്ടി എടുക്കണോ, ഇതേപോലെ വളയ്ക്കാൻ പാടായിരിക്കും, യൂട്ടേൺ എടുക്കാൻ പാടായിരിക്കും, ഇതൊക്കെ എൻ്റെ തലയിൽ കൂടെ പോരുന്ന കാര്യമാണ്. നിങ്ങളൊരു 5'3" വരെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈസിലി വാങ്ങിച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു വണ്ടി തന്നെയാണത്. അതോർത്താരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. 5'3" താഴെയുള്ള ആൾക്കാർ എനിക്കറിയില്ല, എനിക്കും എക്സ്പീരിയൻസ് ഇല്ല എങ്ങനെയാണെന്നുള്ളത് വരിക എന്നുള്ളത്. നിങ്ങളൊന്ന് ടെസ്റ്റ് റൈഡ് നോക്കേണ്ടി വരും. പിന്നെ അടുത്തൊരു ഡൗട്ട് നമുക്ക് ഉണ്ടാവുക, നമ്മൾ ഈ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് കാല് കുത്തി നിർത്തുക എന്നുള്ളത്. ഞാനിപ്പോൾ റൈറ്റ് സൈഡ് കാലാണ് കുത്തിയിരിക്കണം, പക്ഷേ ഞാൻ കൂടുതലും ലെഫ്റ്റ് കാലാണ് കുത്തി നിർത്താൻ. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ട്രാഫിക്കിൽ വന്നു, ഞാൻ ഇങ്ങനെയാണ് നിർത്താറ്. ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ തീരുമാനിക്കുക ഈ സൈഡ് നമ്മൾ കുത്തുള്ളൂ എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വണ്ടി നിർത്തേണ്ട സമയമാകുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നേ, ഏത് കാലത്ത് കുത്തും ഏത് കാലത്ത് കുത്തും, ആ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഞാൻ എപ്പോഴും ലെഫ്റ്റ് തന്നെയാണ് കുത്തി നിർത്താറുള്ളത്. അതാണ് ഞാൻ കംഫർട്ടബിളാണ്. പിന്നെ നമ്മൾ ഷോർട്ട് റൈഡേഴ്സ് ആയതുകൊണ്ട് ഇത് കണ്ടോ, കാല് കംപ്ലീറ്റ്ലി സ്ട്രെച്ച്ഡ് ആണ്. ഹൈറ്റുള്ള ആളാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഫുൾ ഇത്രയും സ്ട്രെച്ച് വരില്ല. അപ്പോൾ അത്രയും ലോഡും വണ്ടി കാലിൽ ഫീൽ ചെയ്യില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് റൈഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കാലും കുറച്ചൊരു സ്ട്രോങ് ആണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾ ലെഗ് വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആക്ച്വലി നല്ലതാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഫുൾ ലോഡിൻ്റെ വന്നിരിക്കുന്ന കാലിലാണ്. ഇനിയിപ്പോൾ കാലിന്ന് റിലീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിൽക്കുക. പക്ഷേ അഗൈൻ ആ ഒരു വെയിറ്റ് നമുക്ക് തൈസിലേക്കാണ് ഫീൽ ചെയ്യുക. എപ്പോഴും നിങ്ങൾ ലോക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല അതിൽ. പിന്നെ പില്ലിയൻ വരുമ്പോൾ വണ്ടി ഒന്നുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ഒന്നുകൂടി ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കൂടും, കുറച്ചുകൂടി വണ്ടി ഒന്ന് ഇരിക്കും. ഇപ്പോൾ ഈ വണ്ടിയുടെ ഷോക്ക് കുറച്ചൊന്ന് പോയിരിക്കുകയാണ്. കാരണം ഈ ഒരു ജനറേഷൻ 390 അഡ്വഞ്ചറിൻ്റെ ഷോക്ക് പൊതുവേ സ്റ്റിഫാണ്. അപ്പോൾ ഇത് മാറിയിട്ട് അഡ്ജസ്റ്റബിൾ ഷോക്സ് വരുന്നുണ്ട്. അത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ഞാൻ. അത് ഈ അടുത്ത് തന്നെ ചെയ്യും. അത് ചെയ്തൊന്ന് സോഫ്റ്റ്വെയർ സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി വന്നിരിക്കുമ്പോൾ ഒന്നുകൂടെ വണ്ടി ഒന്ന് പ്ലാന്റഡ് ആവും. അപ്പോൾ കുറേ കൂടി കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഇതേപോലെ ഭയങ്കര സ്ലോപ്പുള്ള സ്ഥലത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കയറാൻ ഇത് പിന്നെയും കുഴപ്പമില്ല. ഇതിലും ഭയങ്കര സ്ലാൻറ്റഡ് സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിലേ ചാടി കയറാൻ നടക്കുന്ന കാര്യമല്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നേരത്തെ റൈറ്റിൽ നിന്ന് കയറാമെന്ന് പറഞ്ഞു കാണിച്ചില്ലേ, അതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. വണ്ടി നമ്മൾ ലോക്ക് ചെയ്ത് പിടിക്കുന്നു, വെയിറ്റ് ഫുള്ള് ലെഫ്റ്റിലേക്ക് കൊടുക്കുന്നു. വേണമെങ്കിൽ ഫ്രണ്ട് ബ്രേക്കിലൊന്ന് കൈ പിടിച്ചോ, കാരണം സ്ലോപ്പിലാണ് നിൽക്കുന്നത്, ആ ഒരു ടെൻഷൻ വേണ്ട. അപ്പോൾ വണ്ടി വെയിറ്റ് മൊത്തം നമ്മൾ ലെഫ്റ്റിലേക്ക് കൊടുക്കുന്നു. സിമ്പിൾ. ഇനി ബാക്കിലേക്ക് എടുക്കണമെങ്കിൽ അത് കളി വേറെയാണ്. ഇപ്പോൾ നമുക്ക് സ്ലോപ്പ് അപ്വേർഡ് ഹില്ലാണ്. ഇനി ഡൗൺവേർഡ് ഹില്ല് കൊണ്ട് നിർത്തിയിട്ട് വണ്ടി എങ്ങനെ എടുക്കുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വണ്ടി ആദ്യം തിരിക്കട്ടെ, വീണ ആരും കൂവരുത്. ഓക്കെ, വേണ്ട, അവിടെ റിസ്ക്കാ. ബാക്കിൽ ചെറിയൊരു കാനയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കണം. ഒരു സ്ലോപ്പിലാണ് വണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്കിപ്പോൾ ഒരു പാർക്കിംഗ് ആണ്. ഇവിടുന്ന് എടുത്ത് പോകണമെങ്കിൽ നമ്മളെങ്ങനെ എടുക്കും? എസ്പെഷ്യലി എന്നെപ്പോൾ ഒരു ഷോർട്ട് റൈഡർ എങ്ങനെ വണ്ടി പുറത്തേക്ക് എടുക്കും? നമ്മൾ സാധാ എടുക്കുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി നേരെയാക്കി, വണ്ടി ഗിയറിലാണ്. കാരണം സ്ലോപ്പ് ആയതുകൊണ്ട് ഗിയറിലാണ് നിർത്തി കഴിഞ്ഞാൽ വണ്ടി കയ്യിൽ നിന്ന് പോകും. സ്റ്റാൻഡ് മാറ്റുക. ഇനി നമ്മൾ ക്ലച്ച് പിടിച്ച് ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്. ഏതൊക്കെ നമ്മുടെ കാലെങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ ഒന്നിലെ വണ്ടി കയ്യിൽ നിന്ന് പോകും, നമ്മൾ താഴെ വീഴും. അപ്പോൾ ഏറ്റവും ചെയ്യാൻ പറ്റിയ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ് മാറ്റുക, ഗിയറിലിടുക, ഹിപ്പ് നമ്മൾ ലോക്ക് ചെയ്യുക, സീറ്റിൽ ക്ലച്ച് പിടിക്കുക, നേരെ വണ്ടി ബാക്കിലേക്ക് വരിക. സിമ്പിളായിട്ട് പോകുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ആ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ഇനി വണ്ടി സ്റ്റാർട്ടാക്കി നേരെ എടുത്ത് അങ്ങോട്ട് പോവുക. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഈ വണ്ടി എടുത്തതിന് ശേഷം പഠിച്ചിട്ടുള്ളതാണ്. ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഒരു ഷോർട്ട് റൈഡറായ ഞാൻ അത്യാവശ്യം ടോൾ ബൈക്ക് ഓടിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്. എന്നെപ്പോലെ ഷോർട്ട് റൈഡേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും പല കാര്യങ്ങളും ഞാൻ വണ്ടി കൊണ്ടുനടന്ന് പഠിക്കുന്നതായിരിക്കും. അത് ഇനിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.